ഹലോ, അപ്പം വന്നിരിക്കുന്ന കുറച്ച് സിനിമാ വാർത്തകളായിട്ടാണ്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. ആദ്യത്തെ സിനിമാ വാർത്ത നോക്കുകയാണെങ്കിൽ നമ്മുടെ രജനികാന്തിന്റെ ജയിലർ എന്ന് പറഞ്ഞ സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെയാണ്. നെൽസനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അനിരുദ്ധാണ് സിനിമയിൽ ഗാനങ്ങൾ തയ്യാറാക്കുന്നത്. സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ നമ്മുടെ മൈസൂരിൽ വെച്ചിട്ടാണ് ആരംഭിക്കാൻ പോകുന്നത്. അതും നാളെ ജൂൺ 20-നാണ് സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ ആരംഭിക്കാൻ പോകുന്നത്. കാത്തിരിക്കും നമുക്ക് സിനിമയുടെ അടുത്ത ഷെഡ്യൂളിനായിട്ട്. നമ്മുടെ തെലുങ്ക് സൂപ്പർ സ്റ്റാറായ നമ്മുടെ അല്ലു അർജുനന് വേണ്ടിയിട്ട് നമ്മുടെ ബേസിൽ ജോസഫ് ഒരു കഥ നറേറ്റ് ചെയ്ത് കൊടുത്തു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മുടെ ബേസിലിന്റെ ഭാഗത്ത് നിന്ന് ഒരു അടിപൊളി സ്ക്രിപ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ അല്ലു അർജുൻ സാറിന് വേണ്ടിയിട്ട് നമ്മുടെ ബേസിൽ കൊടുത്തിട്ടുണ്ടാവുക. എന്തായാലും ഫൈനൽ കൺഫർമേഷൻ അല്ലെങ്കിൽ ഫൈനൽ ഡിസിഷനായിട്ട് നമ്മുടെ അല്ലു അർജുന്റെ സൈഡിൽ നമ്മൾ കാത്തിരിക്കുന്നത് ചെയ്യേണ്ടി വരും, നമുക്ക് ഈ ഒരു സിനിമ സംഭവിക്കുമോ ഇല്ലയോ എന്ന്. എന്തായാലും വരുവാണെങ്കിൽ ഒരു അടിപൊളി മല്ലു അർജുൻ കോംബോ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. നമ്മുടെ നിവിൻ പോളിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഡോളി ബി ദിനേശ് എന്ന് പറഞ്ഞ സിനിമ. പടത്തിന്റെ സംവിധാനം നമ്മുടെ തമർ ആയിരിക്കും. വിനായക് അജിത്ത് ആയിരിക്കും പടം നിർമ്മിക്കാൻ പോകുന്നത്. പടത്തിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. ജൂലൈ ആദ്യ ആഴ്ചയാണ് പടത്തിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിലവിൽ നമ്മുടെ നിവിൻ പോളി നമ്മുടെ ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ ഗോസ്റ്റ് സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമേന്റെ ടീമിന്റെ കൂടെ വർക്കിങ്ങിലാണ്. നമ്മുടെ വാഴ എന്ന് പറഞ്ഞ സിനിമേന്റെ 30-40% കംപ്ലീറ്റ് ആയിരിക്കാണ് പടത്തിന്റെ ഷൂട്ടിംഗ്. നമ്മുടെ ഹാഷിർ കോംബോയാണ് ഇനി വരാൻ പോകുന്നത് വാഴ 2 എന്ന സിനിമയിൽ. എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. നമ്മുടെ സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞൊരു സിനിമ വരാൻ പോവുകയാണ്. നമ്മുടെ പൃഥ്വിരാജ് വിപിൻ ദാസ് കോംബോ. പടത്തിന്റെ ഷൂട്ടിങ്ങിനെ കുറിച്ചിട്ട് അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ മാസമാണ് ഈ വർഷം സിനിമ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്ത വർഷം സമ്മറിനാണ് സിനിമ റിലീസും പ്ലാൻ ചെയ്യുന്നത്. കാത്തിരിക്കുന്ന നമുക്ക് പൃഥ്വിരാജ് വിപിൻ സിനിമയ്ക്കായിട്ട്. നമ്മുടെ നെസ്ലിൻ അഭിനയിക്കാൻ പോകുന്ന ഏറ്റവും പുതിയൊരു സിനിമയാണ് നമ്മുടെ ബോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കുമെന്ന് സിനിമയുടെ സംവിധായകൻ കൺഫേം ആക്കിയിരിക്കുകയാണ്, അഭിനവ് സുന്ദർ നായക്. എന്തായാലും ഒരു ഇൻസ്റ്റാ പോസ്റ്റിലൂടെ കൺഫേം ആക്കിയിരിക്കുകയാണ് പടത്തിന്റെ ടീം. കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ ഷൂട്ടിങ്ങിനായിട്ട്. നമ്മുടെ ജി.വി. പ്രകാശിന്റെ വരാൻ പോകുന്ന സിനിമയാണ് ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞ സിനിമ. ജി.വി. പ്രകാശിന്റെ ഈ ഒരു സിനിമയുടെ ഭാഗത്ത് പുതിയൊരു പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട് പിറന്നാൾ ദിനത്തിന്റെ ഭാഗമായിട്ട്. ജി.വി. പ്രകാശ്, കൈതു ലോഹർ, അതുപോലെ തന്നെ സാം മെസ്സിയാണ് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. മാരിയപ്പനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നിലവിൽ പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കാത്തിരിക്കുന്ന നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. നമ്മുടെ ദുൽഖർ സൽമാൻ ജി.വി. പ്രകാശ് കോംബോ നമ്മൾ ലക്കി ഭാസ്കർ എന്ന സിനിമയിൽ കണ്ടതാണ്, ഒരു തെലുങ്കു സിനിമയിൽ. വീണ്ടും ഒരു തെലുങ്കു സിനിമയിൽ വമ്പൻ കോംബോ ആയിട്ട് വരാൻ പോവുകയാണ്. ജി.വി. പ്രകാശ് ആയിരിക്കും നമ്മുടെ ദുൽഖർ സൽമാൻ വരാൻ പോകുന്ന ആകാശമി ലോകട്ടർ എന്ന് പറഞ്ഞ സിനിമയിലും മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകുന്നത്. ലക്കി ഭാസ്കർ അദ്ദേഹത്തിന്റെ കിടിലൻ പെർഫോമൻസ് കണ്ടതാണ് BGM മ്യൂസിക് വർക്കിലായിട്ട്. നമ്മുടെ ആസിഫ് അലിന്റെ KGF ലെവൽ പടമാണ് ടക്കീട്ട എന്ന് പറഞ്ഞ സിനിമ. രോഹിത് VS ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഡ്വാൻ വിൻസെന്റ് ആണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ആസിഫ് അലി, ലൂക്ക് മാൻ ഒക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങള്. നിലവിൽ നെസ്ലിൻ അതുപോലെ തന്നെ വാമിക് ഗാബി ഒക്കെ ആയിരിക്കും പടത്തിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ. ജൂലൈ ഓൾമോസ്റ്റ് സിനിമയുടെ 30% ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. എന്തായാലും കാത്തിരിക്കും നമുക്ക് നെസ്ലിൻ അതുപോലെ തന്നെ നമ്മുടെ ഗോദ സിനിമയിൽ നായികയായ നമ്മുടെ ഗാബി ഒക്കെ സിനിമയിൽ എത്രത്തോളം വലിയൊരു റോൾ ആയിരിക്കും വരാൻ പോകുന്നത് എന്ന്. നിവിൻ പോളി അഖിൽ സത്യൻ ഫാന്റസി കോമഡി സിനിമയാണ് ഈ വർഷം റിലീസ് പ്ലാൻ ചെയ്യുന്നത് ക്രിസ്മസിനായിട്ട്. ഓൾമോസ്റ്റ് നമ്മുടെ പാച്ചു അത്ഭുതവൾക്ക് എന്ന സിനിമയിൽ നല്ലൊരു കിടിലനായ ഒരു ഡയറക്ഷൻ അദ്ദേഹത്തിന് ഭാഗത്ത് കാണാൻ സാധിച്ചത്. സെൻട്രൽ പിക്ചേഴ്സ് ആയിരിക്കും സിനിമ കേരളത്തിലോട് റിലീസ് കൊണ്ടുവരാൻ പോകുന്നത്. നിലവിലെ സിനിമയുടെ ഷൂട്ടിംഗ് എറണാകുളത്ത് വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കാത്തിരിക്കും നമുക്ക് നിവിൻ പോളി അഖിൽ സത്യൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. നമ്മുടെ വിജയ് ദേവരങ്കോണ്ടിന് വരാൻ പോകുന്ന മറ്റൊരു സിനിമയാണ് കിങ്ഡം എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അൺലോക്ക് ചെയ്ത് വളരെയധികം വൈറലാണ്. പടത്തിന്റെ റിലീസ് പ്ലാൻ ചെയ്യുന്നത് ജൂലൈ മാസം 25-ാം തീയതിയാണ്. ദുൽഖർ സൽമാന്റെ വെൽഫെയർ ആയിരിക്കും സിനിമ കേരളത്തിൽ റിലീസ് കൊണ്ടുവരാൻ പോകുന്നത്. അതുപോലെ തന്നെ വെൽഫെയറിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന സിനിമയാണ് ലോക എന്ന് പറഞ്ഞ സിനിമ. പടത്തിന്റെ റിലീസ് തീയതി ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുകയാണ്. ലീക്ക് അനുസരിച്ച് ഓണം റിലീസാണ് സിനിമ പ്ലാൻ ചെയ്യുന്നത്. ഓഗസ്റ്റ് 28-29 തീയതികളാണ് സിനിമ കൺഫർമേഷൻ നോക്കുന്നത്. കാത്തിരിക്കാം നമുക്ക്. നമ്മുടെ പൂജ ഹെജ് ജനനായകൻ സിനിമയിലെ പോർഷൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇന്നത്തോടെ ഓൾമോസ്റ്റ്. എന്തായാലും പൂജ ഹെജ് അതിന് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെ അത് കൺഫേം ആക്കിയിരിക്കുകയാണ്. കൂടുതൽ സിനിമ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ്.